ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മീൻ പൊള്ളിച്ചതാണ്. ഇതൊരു കേരള ട്രഡീഷണൽ റെസിപ്പിയാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം, പക്ഷെ കുറച്ചും കൂടി വലിയ മീനായാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും 2 കുഞ്ഞ് സവാളയും പിന്നെ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ തക്കാളി ചെറിയ പീസസ് ആക്കിയതും പിന്നെ കുറച്ച് മല്ലിയിലയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റും പിന്നെ ഇതുപോലെ ഈ ഒരു അളവിൽ കുറച്ച് പുളിയും 1 ടേബിൾ സ്പൂൺ വെള്ളവും പിന്നെ ഇതുപോലെ 2 മീനും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് ആവോലിയാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ മസാലയിലും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. സാധാ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനിവിടെ മസാല തേച്ചത്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് ഇതിലേക്ക് 3-4 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ആവോലി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ഭാഗം ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആയി കഴിഞ്ഞാൽ മാത്രം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ മസാലയാക്കാൻ ഇതുപോലെ കുറച്ച് കുഴിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതാ കുറച്ചും കൂടി ബെറ്റർ. ഇനി നേരത്തെ ഫ്രൈ ചെയ്തേരം ബാക്കിയുള്ള ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു 3 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സവാളയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി കിട്ടിയാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ സോട്ടായിട്ട് കിട്ടണം. എന്നാൽ ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ സവാള പകുതിയായിട്ട് വരും. ഈ ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി പൗഡേഴ്സ് ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യണം. നിങ്ങളടുത്ത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് 2-3 ടീസ്പൂൺ ചേർക്കുന്നതാണ് ബെറ്റർ. അപ്പം നല്ല കളർ കിട്ടും. എൻ്റെ അടുത്തുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ള സാദാ മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഇതാ തക്കാളി ചേർത്തിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് തക്കാളി നന്നായിട്ട് സോട്ടായിട്ട് കിട്ടണം, ഉടഞ്ഞ് കിട്ടണം. ആ ടൈമിൽ നമുക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ പുളീൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇതൊരു 1/2 കപ്പിൻ്റെ അടുത്തുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാൽ കുറച്ച് കുറുകി വരണം. അപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വറ്റിച്ച് എടുക്കാം. ഇതുപോലെ ആയാൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മസാല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ മസാലക്ക് അടിപൊളി ടേസ്റ്റാണ്. ഫിഷിൻ്റെ കൂടെ വരുമ്പം പ്രത്യേക ടേസ്റ്റാണ്. ഇനി വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം ഞാനിവിടെ 2 വാഴയില ഇതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്താൽ ഇതുപോലെ വാടി കിട്ടും. ഇനി ഇതിലേക്ക് ഫസ്റ്റിൽ മസാല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പരത്തിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫിഷ് എടുത്ത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വീണ്ടും മസാല എടുത്ത് അതിൻ്റെ മേലെ വീണ്ടും വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മീൻ കാണാത്ത വിധത്തിൽ അതിൻ്റെ മേലെ ഫുള്ള് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്നും
മടക്കിയെടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്ത് മറ്റേ സൈഡിൽ നിന്നും കൂടി മടക്കിയെടുക്കണം. അപ്പോൾ ഇതാ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വാഴനാര് കൊണ്ട് കെട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കാം. ആദ്യം മസാല വെച്ച്, പിന്നെ ഫിഷ് വെച്ച്, പിന്നെ ഇതുപോലെ മസാല വീണ്ടും വെച്ച് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഇത് പൊതിഞ്ഞു കൊടുക്കാം. അപ്പം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനിയൊരു പാൻ വെച്ചിട്ട് ഈ പൊതി രണ്ടും ഇട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു 5 മിനിറ്റോളം വാട്ടിയെടുക്കണം. ഞാൻ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ കെട്ടഴിച്ചു കൊടുക്കണം. അപ്പം പൊതി തുറക്കുമ്പം തന്നെ നല്ല സ്മെല്ലായിരിക്കും. നല്ല ഫിഷിൻ്റെയും മസാലേൻ്റെയും നല്ല സ്മെല്ല് വരും. അപ്പോൾ മീൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും. അപ്പം ട്രൈ ചെയ്ത് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഏത് മീൻ വെച്ച് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.